ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് കാണാൻ പോകുന്ന നോട്ടിൻ്റെ തേർഡ് എപ്പിസോഡാണ്. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മുടെ നക്കുൻ്റെ ബോഡി ഗാർഡ് ആണെങ്കിൽ ഒരു ഫയലുമായിട്ട് നമ്മുടെ ഫാറ്റിൻ്റെ അടുത്തോട്ട് വരുവാണ്. അങ്ങനെ ഇതും കൊണ്ട് അന്തം വിട്ടിരിക്കുകയാണ് നമ്മുടെ ഫാറ്റ്. എന്നിട്ട് നക്കുൻ പറയുന്നുണ്ട്, നീ ഇത് വായിച്ചിട്ട് നിനക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നീ എന്നോട് ചോദിച്ചാൽ മതി, ഞാൻ നിനക്ക് പറഞ്ഞു തരാമെന്ന് പറയാണ്. അങ്ങനെ ഫാറ്റ് ആണെങ്കിൽ ആ ഫയലൊക്കെ എടുത്ത് നോക്കുന്നുണ്ട്. എന്നിട്ട് അവനാണെങ്കിൽ വായിച്ചിട്ട് ഇങ്ങനെ ഓരോ ഡൗട്ടൊക്കെ അവൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, ഇതിൽ മാത്രം ഈ സദാൺ എന്ന് പറഞ്ഞ ഒരു പ്ലേസിൽ മാത്രം എന്താ ഇത്രയും വലിയ കോസ്റ്റ് കൂടുതലെന്നൊക്കെ അവൻ ചോദിക്കുന്നുണ്ട്. അപ്പം നക്കുൻ പറയുന്നുണ്ട്, അതൊരു കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അപ്പോൾ അവിടെ കുറച്ച് മെയിൻ്റനൻസ് കാര്യങ്ങളും അതേ കണക്ക് ഓവർ ടൈം പേയും കാര്യങ്ങളൊക്കെ പോകുന്നതുകൊണ്ട് അത് അത്യാവശ്യം എക്സ്പെൻസീവ് ആണെന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഫാറ്റ് ആണെങ്കിൽ ഒരു കോസ്റ്റ് കുറയ്ക്കാനുള്ളൊരു ഐഡിയ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പം ഇതിൽ ബോഡി ഗാർഡ് പറയുന്നുണ്ട്, ഫാറ്റ് ശരിക്കും ഇമ്പ്രസീവാണ്, പെട്ടെന്ന് തന്നെ ഈ ഒരു ഫയൽ നോക്കിയപ്പോൾ തന്നെ ആ ഒരു കാര്യം അവൻ പെട്ടെന്ന് ക്യാച്ച് ചെയ്തെടുത്തു എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴാണ് അങ്ങോട്ടേക്ക് നക്കുൻ്റെ ഫാദർ വരുന്നത്. അപ്പം ഫാദറിനെ കാണുമ്പോഴത്തേക്ക് നമ്മുടെ ഫാറ്റ് ആണെങ്കിൽ വന്ന് ഗ്രീറ്റൊക്കെ ചെയ്യുന്നുണ്ട്. എന്നാൽ അയാളാണെങ്കിൽ നമ്മുടെ ഫാറ്റിനെ കണ്ടിട്ട് ഒന്നും പറയാതെ അങ്ങ് പോവുകയാണ്. അടുത്ത സീനിൽ നക്കിനെയാണ് കാണിക്കുന്നത്. അവനാണെങ്കിൽ ഒരു പയ്യനാണെങ്കിൽ എങ്ങനെയാണ് തോക്ക് യൂസ് ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. എന്നിട്ട് അവൻ പറയുന്നുണ്ട്, നിനക്ക് എപ്പോഴെങ്കിലും ദേഷ്യത്തിലാണെങ്കിലോ അല്ലെങ്കിൽ സങ്കടത്തിലാണെങ്കിലോ നിൻ്റെ ഇമോഷൻ നിനക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിൽ നീ തോക്ക് യൂസ് ചെയ്യരുതെന്ന് പറയുകയാണ്. അപ്പോഴത്തേക്കും അങ്ങോട്ടേക്ക് നമ്മുടെ ഫാറ്റും നക്കനും കൂടെ അങ്ങോട്ട് വരുവാണ്. അങ്ങനെ നക്കുനെ കണ്ടതും ആ പയ്യനാണെങ്കിൽ പറയാണ്, നക്കുൻ്റെ പാർട്ട്ണർ ഭയങ്കര പ്രിട്ടിയാന്ന് പറയാണ്. അപ്പോൾ ഇത് കേട്ടത് നമ്മുടെ ഫാറ്റ് ആണെങ്കിൽ പറയാ അങ്ങനെയൊന്നും ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഒരു പുതിയ ക്യാരക്ടറിനെയാണ് കാണിക്കുന്നത്. അപ്പോൾ ആ പെണ്ണാണെങ്കിൽ ഇവരുടെ അടുത്തേക്ക് ഇങ്ങനെ വരുവാണ്. അപ്പോൾ നമ്മുടെ നക്കുനും ഫാറ്റും കൂടി ഇങ്ങനെ ഷൂട്ടിംഗ് ഒക്കെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആ പെണ്ണാണെങ്കിൽ വന്നിട്ട് നക്കിൻ്റെ അടുത്തൊക്കെ പറയുകയാണ്, നിങ്ങളെല്ലാവരും ഒരുമിച്ച് ഇവിടെ വെച്ച് കാണുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. അതുമാത്രമല്ല, ഞാൻ അറിഞ്ഞല്ലോ നീ ഒരു ഒമേഗേനെ ബൈറ്റ് ചെയ്തെന്ന് ശരിയാണോ എന്നൊക്കെ ചോദിക്കുവാണ് ആ പെണ്ണ്. അപ്പം നക്കുൻ പറയുന്നുണ്ട്, അതേന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഫാറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യുവാണേ. അപ്പോൾ ഇത് കാണുന്നതും ആ പെണ്ണ് ചോദിക്കുവാണ്, ഇവൻ നിനക്ക് അത്രയും സ്പെഷ്യലാണോ എന്നൊക്കെ ചോദിക്കുവാണ്. അപ്പം നക്കുൻ പറയുന്നുണ്ട്, ഇവൻ എനിക്ക് ആരെക്കാളും വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് ആ പെണ്ണാണെങ്കിൽ ഫാറ്റിൻ്റെ അടുത്ത് പോയിട്ട് എൻ്റെ പേര് അമിന്ദ്ര എന്ന് പറഞ്ഞിട്ട് അവർ പരസ്പരം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. എന്നിട്ടാണെങ്കിൽ അവൾ ഫാറ്റിനെ ആണെങ്കിൽ ചെറിയൊരു കോമ്പറ്റീഷന് വിളിക്കുകയാണ്. അപ്പോൾ ഫാറ്റും അത് സമ്മതിക്കുന്നുണ്ട്. അങ്ങനെ അവർ തമ്മിൽ ഒരു കോമ്പറ്റീഷൻ നടക്കുവാണേ. അങ്ങനെ അതിൽ ജയിക്കുന്നത് ആ പെണ്ണ് തന്നെയാണ്. നമ്മുടെ ഫാറ്റാണെങ്കിൽ അങ്ങ് തോറ്റു കൊടുക്കുവാണ്. എന്നിട്ട് ആ പെണ്ണ് പറയാണ്, ഞാൻ നിന്നിൽ നിന്ന് കുറച്ചുകൂടെ പ്രതീക്ഷിച്ചിരുന്നു, നീ ഇത്ര ഈസി ആയിട്ട് ഗിവ് അപ്പ് ആവുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എന്നൊക്കെ പറയണം. അപ്പം നമ്മുടെ ഫാറ്റ് പറയാണ്, ഞാൻ ഈ ഒരു മൊമെൻറ്റ് സ്പോയിൽ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് തോറ്റ് തന്നെന്നൊക്കെ അവൻ പറയാണ്. അത് കഴിഞ്ഞ് ആ പെണ്ണ് പറയാണ്, ഇനി അടുത്ത പ്രാവശ്യം നമ്മൾ കാണുമ്പോൾ ഇതിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമുക്ക് കളിക്കാമെന്ന് പറഞ്ഞിട്ട് അവളാണെങ്കിൽ അങ്ങ് അവിടെ നിന്ന് പോവുകയാണേ. അത് കഴിഞ്ഞ് ഫാറ്റും ഞാനൊന്ന് റെസ്റ്റ് റൂമിൽ പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അവനും അങ്ങ് പോകുന്നുണ്ട്. അത് കഴിയുമ്പോഴാണ് അവർ ഫാറ്റ് ഷൂട്ട് ചെയ്ത ആ ഒരു ടാർജറ്റ് അവർ ശ്രദ്ധിക്കുന്നത് കേട്ടോ. അങ്ങനെ ഇത് കണ്ടിട്ട് നക്കിൻ പറയാണ്, ഫാറ്റ്സിയുടെ ഷൂട്ടിംഗ് സ്കിൽസ് അത്യാവശ്യം നല്ലതാണ്, അവൻ ടാർജറ്റ് ഒന്നും മിസ് ചെയ്തിട്ടില്ലെന്ന് പറയാണ്. അപ്പം നക്കുൻ പറയാണ്, അവനിത് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ടല്ല അവനിത് ഷൂട്ട് ചെയ്തത്, അവനറിയാം ഒരു എനിമി വരുവാണെങ്കിൽ അവരെ എങ്ങനെ സ്റ്റോപ്പ് ചെയ്യണമെന്ന് അവന് നന്നായിട്ട് അറിയാമെന്ന് പറയാണ്. അപ്പം നക്കിൻ പറയാണ്, എന്നാൽ ഫാറ്റാണെങ്കിൽ ഇതുവരെ ഷൂട്ടിംഗ് ഒന്നും പ്രാക്ടീസ് ചെയ്തിട്ടില്ലല്ലോ, അല്ലാതെ തന്നെ ഇങ്ങനെ ചെയ്തെങ്കിൽ അവൻ ശരിക്കും സൂപ്പറാന്ന് പറയാണ്. അത് കഴിഞ്ഞ് അടുത്ത സീനിൽ ഓങ്സേനെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഓങ്സയുടെ അടുത്ത് ആ സങ്യങ് എന്ന് പറഞ്ഞ ആ ഒരു ചെറുക്കൻ ചോദിക്കുവാണ്, ഫാറ്റിന് ഞാനിപ്പോൾ കുറേ ദിവസം കൊണ്ട് വിളിക്കുന്നു, പക്ഷേ ഒരു റിപ്ലൈ ഇല്ലല്ലോ, ഫാറ്റ് എവിടാന്നൊക്കെ ചോദിക്കുവാണ്. അപ്പോൾ ഓങ്സെ പറയാണ്, അതിപ്പോൾ ഫാറ്റ് കുറച്ച് ബിസിയാണ്, അവനിപ്പം വേറൊരാളുടെ കൂടെയാണ്, അവൻ അങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ആയെന്ന് പറയാണ്. അപ്പോൾ ഓങ്സെ പറയാണ്, നീ ഇപ്പം വീട്ടിൽ പോകുന്നതായിരിക്കും നിനക്ക് സേഫ് എന്ന് പറയുമ്പോഴത്തേക്കും അവൻ പറയുന്നുണ്ട്, അതൊന്നും സാരമില്ല, പക്ഷേ ഫാറ്റ്സ് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ കുറച്ചുകൂടെ സെക്യൂറായിട്ട് ഫീൽ ചെയ്തേനു എന്ന് പറയാണ്. അപ്പോൾ അവൻ ചോദിക്കുന്നുണ്ട്, അതെന്താണെന്ന് ചോദിക്കുമ്പം അവൻ പറയുന്നുണ്ട്, അത് ഫാറ്റ്സ് ഒരു ആൽഫ അല്ലേ എന്ന് പറയുമ്പോഴത്തേക്കും അവൻ പറയുന്നുണ്ട്, ഇല്ല ആൽഫ അല്ല, അവനൊരു ഒമേഗയാണ്, അതുമാത്രമല്ല അവനിപ്പം ഓൾറെഡി ഒരു ബോണ്ട് ഫോം ആയെന്നും കൂടെ പറയുന്നുണ്ട്. അത് കഴിയുമ്പോൾ ഫാറ്റാണെങ്കിൽ ഇങ്ങനെ ഡൈനിങ് ടേബിളിൽ വന്നിരിക്കുമ്പോഴത്തേക്കും അവനാണെങ്കിൽ കുറച്ച് ഫുഡൊക്കെ ആയിട്ട് മീറ്റ്സ് ആണെങ്കിൽ വരുവാണ്. എന്നിട്ട് അവൻ പറയുന്നുണ്ട്, ഞാനിതൊന്നും ഓർഡർ ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോഴത്തേക്കും അവർ പറയുകയാണ്, അത് നക്കുനാണ് ഇതെല്ലാം ഓർഡർ ചെയ്തത് എന്ന് പറയുകയാണ്. അങ്ങനെ അവനത് കഴിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് അവനാണെങ്കിൽ ആ വീട്ടിൽ മൊത്തം ഇങ്ങനെ കറങ്ങി നടക്കുകയാണ്. എന്നിട്ട് ഓരോന്നൊക്കെ ഇങ്ങനെ കാണിച്ചു കൂട്ടുന്നുണ്ട് കേട്ടോ. സ്റ്റെപ്പിൽ കൂടി ഇങ്ങനെ ഞെരങ്ങി ഇറങ്ങിയൊക്കെ ചെയ്യുകയാണ്. എന്നിട്ട് അവനാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടക്കുമ്പോൾ അവൻ്റെ ചെരുപ്പൊക്കെ ഊരിപ്പോകുമ്പോൾ അതൊക്കെ അവനാണെങ്കിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് അവൻ പിന്നെയും അങ്ങനെ തന്നെ ചെയ്ത് ഇങ്ങനെ കളിക്കുകയാണ്. ഓരോന്നൊക്കെ ഇങ്ങനെ കോമഡിയൊക്കെ കാണിച്ചു കൂട്ടുകയാണ്.
അതെ, ഇപ്പോൾ ബോഡി ഗാർഡാണെങ്കിൽ ഫാറ്റിന് ഫുഡ് കഴിക്കാനായിട്ട് വിളിക്കുകയാണ്. അപ്പം അവനാണെങ്കിൽ അത് കേൾക്കാത്ത മട്ടിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴത്തേക്കും നക്കുൻ വന്നിട്ട് ബോഡി ഗാർഡിനെ പറഞ്ഞു വിടുന്നുണ്ട്. എന്നിട്ട് അവനാണെങ്കിൽ ഫാറ്റിന് ഫുഡ് കഴിക്കാനായിട്ട് വിളിക്കുന്നുണ്ട്. അപ്പോൾ അവൻ പറയാണ് എനിക്ക് വിശക്കുന്നില്ല എന്ന് പറയാണ്. അപ്പം നക്കുൻ പറയുന്നുണ്ട് എനിക്ക് വിശക്കുന്നുണ്ട്, നീ ഇങ്ങനെ ഫുഡ് ഇങ്ങനെ വെയിറ്റ് ചെയ്യിക്കുന്നത് ശരിയല്ല, വരാൻ പറയുന്നുണ്ട്. അപ്പോൾ അവൻ പറയാണ് എനിക്കറിയില്ല എന്താ ഇവിടെ ചെയ്യേണ്ടതെന്ന്, ഞാനാണെങ്കിൽ ഈ വീട്ടിൽ വെറുതെ ഇരുന്ന് ഇങ്ങനെ ബോറടിക്കുകയെന്ന് പറയാണ്. എന്നിട്ട് അവൻ പറയാണ് നീ ഇല്ലാത്ത ഈ സമയത്ത് ഈ വീട്ടിൽ എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയത്തില്ലെന്ന് പറയാണ്. അപ്പം നക്കുൻ പറയുന്നുണ്ട് നിനക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം ഇവിടെ, ഞാൻ പറഞ്ഞിട്ടില്ലേ നിനക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും ഞാനതെല്ലാം സാധിച്ചു തരുമെന്ന് പറയാണ്. അപ്പം അവൻ ചോദിക്കുന്നുണ്ട് പക്ഷെ നിങ്ങൾ എപ്പോഴും ബിസി അല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ അവൻ പറയുന്നുണ്ട് എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ടൈം കണ്ടെത്താൻ അറിയാമെന്ന് പറയാണ്. അങ്ങനെ അടുത്ത സീനിൽ അവനാണെങ്കിൽ ഇങ്ങനെ ബെഡിലിങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് നക്കുനാണെങ്കിൽ കയറി വരും കേട്ടോ. അപ്പം നക്കുനെ കാണുന്നത് അവൻ പെട്ടെന്ന് അങ്ങ് കിടക്കുവാണ്, ബെഡിലിങ്ങനെ അങ്ങ് കിടക്കുവാണ്. അപ്പം നക്കുനാണെങ്കിൽ അവൻ്റെ അടുത്തോട്ട് ഇങ്ങനെ ക്ലോസ് ആയിട്ട് വന്ന് അവനെ ഇങ്ങനെ സ്മെല്ല് ചെയ്യുന്നുണ്ടേ. അങ്ങനെ ഫാറ്റാണെങ്കിൽ നക്കുൻ്റെ അടുത്ത് ചോദിക്കുകയാണ് ഇനി എത്ര നാൾ ഞാനിങ്ങനെ ഇവിടെ ഇങ്ങനെ കഴിയേണ്ടി വരുമെന്ന് ചോദിക്കുകയാണ്. അപ്പം നക്കുൻ പറയാണ് ഇനിയുള്ള ഈ ഒരു ലൈഫ് ടൈം മൊത്തം നമ്മൾ ഒരുമിച്ചായിരിക്കുമെന്ന് ഇങ്ങനെ പറയണം. അപ്പോൾ ഇത് കേൾക്കുന്നതും പെട്ടെന്ന് നമ്മുടെ ഫാറ്റാണെങ്കിൽ അങ്ങ് ഇമോഷണൽ ആവുകയാണേ. അപ്പം സാറ്റ് പറയാണ് ഞാൻ എപ്പോഴും ആഗ്രഹിച്ചത് എൻ്റെ ഈ ഒരു ഗ്രാജുവേഷനൊക്കെ കഴിഞ്ഞിട്ട് വർക്ക് ചെയ്യാനായിരുന്നു. അത് കഴിഞ്ഞ് എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് ഇഷ്ടമുള്ള സ്ഥലത്ത് പോയി ഒരു നോർമൽ ലൈഫായിരുന്നു ഞാൻ ആഗ്രഹിച്ചത് എന്നവൻ പറയാണ്. എന്നിട്ട് അവൻ പറയാണ് എൻ്റെ ഇപ്പോഴത്തെ ഈ ഒരു ലൈഫിൽ എന്നെ ആരോ ഒരു ചങ്ങലയിട്ട് ബന്ധിച്ചേക്കുന്ന കണക്കാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇങ്ങനെ ഇത് കണ്ടിന്യൂ ചെയ്ത് പോവുകയാണെങ്കിൽ ഞാനിങ്ങനെ തന്നെ മരിക്കുമെന്ന് അവനിങ്ങനെ പറയാണ്. അപ്പം ഇത് കേൾക്കുന്നത് നക്കുൻ പറയുന്നുണ്ട് അതിന് ഞാൻ ഒരിക്കലും സമ്മതിക്കത്തില്ലെന്ന് പറയാണ്. അങ്ങനെ അടുത്ത ദിവസം നക്കുനാണെങ്കിൽ ഫാറ്റിനൊരു കാറ് തന്നെ ഗിഫ്റ്റ് ചെയ്യുവാണ്. എന്നിട്ട് അവൻ പറയുന്നുണ്ട് ഇനി ഇന്ന് മുതൽ ഇത് നിൻ്റെ കാറാണ്, നിനക്ക് ഇത് വെച്ചിട്ട് എവിടെ വേണമെങ്കിലും പോകാം, നിനക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അവനാണെങ്കിൽ അതിൻ്റെ കീ അങ്ങ് ഫാറ്റിന് കൊടുക്കുകയാണ്. എന്നാൽ ഫാറ്റാണെങ്കിൽ ഒന്ന് ആലോചിച്ചിട്ട് അവനതങ്ങ് തിരിച്ചു കൊടുക്കുകയാണ്. കാരണം എന്നിട്ട് അവൻ പറയുകയാണ് ഇത് ഭയങ്കര എക്സ്പെൻസീവാണ്, എനിക്കിത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്നവൻ പറയാണ്. അപ്പം നക്കുൻ പറയാണ് ഇത് ഞാൻ നിനക്ക് തന്ന ഗിഫ്റ്റാണ്, അതുമാത്രമല്ല ഇതിൻ്റെ പേപ്പർ വർക്കെല്ലാം കഴിഞ്ഞതാണെന്ന് പറയാണ്. എന്നിട്ടും നമ്മുടെ ഫാറ്റ് പറയാണ് ഇല്ല എനിക്കിത് വേണ്ടാന്ന് തന്നെ പറയാണ്. അപ്പം ദേഷ്യം വന്നിട്ട് നക്കുനാണെങ്കിൽ പറയാണ് എന്നെങ്കിൽ നിനക്കിത് ഇവിടെ വിട്ടിട്ട് പോവാം, അല്ലെങ്കിൽ നിനക്കിത് വിൽക്കാം, അല്ലെങ്കിൽ എന്ത് വേണമെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അവനങ്ങ് ദേഷിച്ച് അങ്ങ് കയറി പോവുകയാണ്. അങ്ങനെ ഫാറ്റും ആണെങ്കിൽ നക്കുൻ്റെ അടുത്തോട്ട് ചെല്ലുവാണേ. എന്നിട്ട് അവനിങ്ങനെ ഒന്ന് മടിച്ച് വിളിക്കുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുകയാണ് നീ എൻ്റെ അടുത്ത് പിണക്കമാണോ എന്ന് ചോദിക്കുകയാണ്. അപ്പം നക്കുൻ പറയുന്നുണ്ട് നീ ഇത്ര ബുദ്ധിമുട്ടി ആ ഒരു ഗിഫ്റ്റ് അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല, നിനക്കത് ആവശ്യമില്ലെങ്കിൽ അതെവിടെയെങ്കിലും കൊണ്ടുവന്ന് കളഞ്ഞേക്കാനൊക്കെ പറയുന്നുണ്ട്. അപ്പം ഫാറ്റ് പറയുന്നുണ്ട് അതങ്ങനെയല്ല, നിങ്ങൾ തരുന്ന ഗിഫ്റ്റെല്ലാം അത് ഒരുപാട് എക്സ്പെൻസീവാണ്, അതുകൊണ്ടാണ് അതെനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതെന്നൊക്കെ പറയാണ് അവൻ. അപ്പം നക്കുൻ പറയുന്നുണ്ട് നിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടില്ലേ നിനക്ക് വേണ്ടി ഞാൻ എല്ലാം നിനക്ക് വേണ്ടി ഞാൻ തരുമെന്നിങ്ങനെ പറഞ്ഞിട്ടില്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും അവൻ പറയുന്നുണ്ട് ആ ശരി എന്നെങ്കിൽ ഇന്ന് ഞാൻ നിങ്ങളെ ഓഫീസിൽ ഡ്രോപ്പ് ചെയ്യട്ടെ, ഞാൻ ഒരു നല്ല ഡ്രൈവറാന്നൊക്കെ പറഞ്ഞിട്ട് അവനാണെങ്കിൽ പറയാണ്. അപ്പം അത് നമ്മുടെ നക്കുനും സമ്മതിക്കുന്നുണ്ട്. അതെ, ഇനി നമ്മുടെ ഫാറ്റാണെങ്കിൽ ആ കാറിൻ്റെ അടുത്ത് വന്നിട്ട് അവനാണെങ്കിൽ ചുറ്റും ഇങ്ങനെ നടന്നൊക്കെ നോക്കുന്നുണ്ട്. അവന് കാർ ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അങ്ങനെ കാറാണെങ്കിൽ ഇങ്ങനെ തൊട്ടൊക്കെ നോക്കുന്നുണ്ട്. എന്നിട്ട് ഓരോന്നൊക്കെ ഇങ്ങനെ പിടിച്ചൊക്കെ നോക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും ഇതെല്ലാം നമ്മുടെ നക്കുനാണെങ്കിൽ അവിടെ നിന്ന് കാണുന്നുണ്ട്. അപ്പം അവന് ഒരു ചമ്മലൊന്ന് മാറ്റാനായിട്ട് അവൻ പറയാണ് അത് കാറിൽ ചെറിയൊരു പൊടി ഇരുന്നു, അത് ഞാൻ തൂത്ത് കളഞ്ഞതാന്നൊക്കെ ഇങ്ങനെയൊക്കെ ഒപ്പിച്ച് പറയുന്നുണ്ട്. അപ്പം നക്കുൻ പറയണം നമുക്ക് നാളെ ഒരു വെയർഹൗസിൽ പോകണമെന്ന് ഇങ്ങനെ പറയണം. അപ്പം ഫാറ്റ് ചോദിക്കുന്നുണ്ട് ഞാനും വരണമെന്ന് ചോദിക്കുമ്പോഴത്തേക്കും അവൻ പറയാണ് നീയല്ലേ എന്നെ എൻ്റെ വർക്കിൽ ഹെൽപ്പ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞതെന്ന് ചോദിക്കുകയാണ്. അപ്പം ഫാറ്റാണെങ്കിൽ അവന് വർക്കിൽ ഹെൽപ്പ് ചെയ്യുന്നതിന് ഇവനാണെങ്കിൽ പേയ്മെൻറ്റൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇവന് എത്രയാണ് പേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ നക്കുനാണെങ്കിൽ പറയാണ് ഞാൻ എൻ്റെ അസിസ്റ്റൻറ്റിന് 30,000 സംതിങ്ങാണ് കൊടുക്കുന്നത്, അത് നീ ആയതുകൊണ്ട് നിനക്ക് ഞാനൊരു 3 ലക്ഷം തരാമെന്നൊക്കെ. അപ്പോൾ ഇത് കേൾക്കുന്നതും നമ്മുടെ ഫാറ്റിൻ്റെ കണ്ണങ്ങ് തള്ളുവാണ്. അങ്ങനെ അവർ ഡീലൊക്കെ ചെയ്തിട്ട് അവരാണെങ്കിൽ അകത്തോട്ട് കയറുന്നുണ്ട്. അങ്ങനെ ഫാറ്റാണെങ്കിൽ അവിടെ ഇരുന്ന് എന്തോ വായിച്ച് അങ്ങ് അവിടെ ഇരുന്ന് തന്നെ അങ്ങ് ഉറങ്ങിപ്പോവുകയാണേ. അപ്പം നക്കുനാണെങ്കിൽ ഇത് കണ്ടിട്ട് ഫാറ്റിനെ വിളിക്കുന്നുണ്ട്, എന്നാൽ അവന് ഉറങ്ങിയതുകൊണ്ട് റെസ്പോണ്ടൊന്നും ചെയ്യുന്നില്ല. അങ്ങനെ അവനാണെങ്കിൽ എടുത്ത് ബെഡിലോട്ടങ്ങ് കിടത്തുവാണേ. അങ്ങനെ അവനെ ബെഡിൽ കിടത്തിയപ്പോഴത്തേക്കും അവനാണെങ്കിൽ പറയുന്നുണ്ട് നക്കുൻ്റെ ആ ഒരു സ്മെല്ല് കൊള്ളാമെന്ന് കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുന്നത് നമ്മുടെ നക്കുനാണെങ്കിൽ ശരിക്കും അങ്ങ് അവൻ്റെ ഹാർട്ടൊക്കെ അങ്ങ് ഭയങ്കരമായിട്ട് റൈസ് ആവുകയാണ്, ഭയങ്കരമായിട്ട് പടപടാന്നിങ്ങനെ ഇടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവൻ ശരിക്കും അത് ആ ഒരു ഫീൽ ചെയ്യുവാണ് അവൻ്റെ ആ ഒരു ഇഷ്ടം.
അങ്ങനെ അവരാണെങ്കിൽ ആ ഒരു വെയർഹൗസിലോട്ട് വന്നേ. അങ്ങനെ ആ ഒരു വെയർഹൗസാണ് അവർ റീക്രിയേറ്റ് ചെയ്ത് പുതിയൊരു സ്റ്റുഡിയോ പോലെ അവർ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം ആ ഒരു സ്പേസും കാര്യങ്ങളെല്ലാം അവർ അവിടെല്ലാം ചുറ്റിക്കറങ്ങി നോക്കുമായിരുന്നു. അപ്പോഴാണ് പെട്ടെന്ന് നക്കുലിനൊരു കോൾ വരുന്നത്. അപ്പം അത് സംസാരിക്കാനായിട്ട് അവനാണെങ്കിൽ പുറത്തോട്ട് പോകുന്നുണ്ട്. അങ്ങനെ ഫാറ്റാണെങ്കിൽ അവിടെ എല്ലാം ചുറ്റിക്കറങ്ങി അതെല്ലാം കണ്ടുകൊണ്ട് വരികയാണ്. അങ്ങനെ അവൻ നടന്നു വരുമ്പോഴത്തേക്കും അവൻ്റെ പുറത്തോട്ടൊരു കമ്പിയാണെങ്കിൽ വന്ന് വീഴുവാണ്. അങ്ങനെ അവൻ്റെ ഷോൾഡറിന് നല്ല പരിക്ക് പറ്റുവാണ്. അങ്ങനെ അതവിടെ നടക്കുമ്പോഴത്തേക്കും നമ്മുടെ നക്കുലിനാണെങ്കിൽ അത് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. അവനാണെങ്കിൽ അവൻ്റെ ചെസ്റ്റിന് നല്ല പെയിൻ വരുവാണ്. അവനത് സഹിക്കാൻ പറ്റുന്നില്ല. അപ്പോഴും അവന് മനസ്സിലായി അവനെന്തോ നമ്മുടെ ഫാറ്റിന് എന്തോ പറ്റിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അവനാണെങ്കിൽ അകത്തോട്ട് ഓടി ചെല്ലുവാണേ. അങ്ങനെ ഫാറ്റിൻ്റെ ഷോൾഡറിൽ നിന്ന് കുറച്ച് ബ്ലഡൊക്കെ വരുന്നുണ്ട്. അങ്ങനെ ഫാറ്റിനെ എടുത്തുകൊണ്ട് അവരാണെങ്കിൽ ഹോസ്പിറ്റലിലോട്ട് ചെല്ലുവാണ്. അങ്ങനെ അവർ ഹോസ്പിറ്റലിൽ വന്ന് മുറിവൊക്കെ മരുന്നൊക്കെ വെക്കുന്നുണ്ട്. അപ്പം നക്കുലിൻ്റെ ഫേസ് കണ്ടിട്ട് ഫാറ്റ്സ് ചോദിക്കുന്നുണ്ട്, നിനക്ക് എന്താ പറ്റിയത്, ഓക്കെ അല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവൻ പറയുന്നുണ്ട്, നിന്നെ അങ്ങനെ കണ്ടപ്പം എനിക്ക് സഹിക്കാൻ പറ്റിയില്ല എന്നൊക്കെ അവൻ പറയുന്നുണ്ട്. അപ്പം ഫാറ്റ് പറയാണ് ഞാനിപ്പോൾ ഓക്കെയാണെന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവർ വീട്ടിൽ വരുമ്പോഴത്തേക്കും അമ്മയാണെങ്കിൽ ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് ആക്സിഡൻറ്റ് പറ്റിയത്, ഇപ്പോൾ ഓക്കെ അല്ലേ എന്നൊക്കെ ഫാറ്റിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്. എന്നിട്ടാണെങ്കിൽ നക്കുലിനെ ആണെങ്കിൽ വഴക്ക് പറയുകയാണ് കേട്ടോ, ഇവനെ നന്നായിട്ട് കെയർ ചെയ്യാത്തതിലൊക്കെ അമ്മ വഴക്ക് പറയുന്നുണ്ട്. അതിന് നക്കുലിൻ്റെ ഫാദറാണെങ്കിൽ വന്നിട്ട് നക്കുലിനെ ചീത്ത പറയുകയാണ്, ഈ ഒരു ചെറിയ കാര്യങ്ങൾ പോലും നിനക്ക് ശ്രദ്ധിക്കാനൊന്നും പറ്റുന്നില്ലേ, അതേപോലെ ഈ ഒരു ഒമേഗയുടെ പുറകെ നടക്കാതെ നീ നിൻ്റെ സ്വന്തം കാര്യത്തിൽ ശ്രദ്ധിക്കാൻ നോക്കുന്നൊക്കെ ഓരോന്ന് പറയുകയാണ്. അപ്പോഴത്തേക്കും ബോഡി ഗാർഡ് ആണെങ്കിൽ പറയുകയാണ് നമുക്കൊരു പ്രശ്നമുണ്ട്, നമ്മുടെ ബാറിൽ നിന്നാണെങ്കിൽ പോലീസിന് ഡ്രഗ് കിട്ടി, ഇപ്പം അവരുടെ കസ്റ്റഡിയിലാണ് മിസ്റ്റർ നട്പിച്ചെന്ന് പറയുകയാണ് കേട്ടോ. അങ്ങനെ നക്കുലാണെങ്കിൽ അവൻ്റെ ബ്രദറിനെ ഇറക്കാനായിട്ട് പോലീസ് സ്റ്റേഷനിലോട്ട് വരുവാണ്. എന്നിട്ട് അവനാണെങ്കിൽ ചോദിക്കുന്നുണ്ട് എന്താണ് സിറ്റുവേഷൻ എന്ന്. അപ്പോൾ പോലീസ് പറയുന്നുണ്ട് ഇവൻ്റെ ടെസ്റ്റൊക്കെ എടുത്തു, പ്രിലിമിനറി ടെസ്റ്റിൽ ഇവൻ ഡ്രഗൊന്നും യൂസ് ചെയ്തിട്ടില്ല എന്ന് പറയുകയാണ്. അപ്പം ഇവനിനി കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇവനാണെങ്കിൽ പറയുകയാണ് ഞാൻ ഇവിടുന്ന് പോകത്തില്ല, അവനിട്ട് 2 എണ്ണം കൊടുക്കാതെ ഞാൻ ഇവിടുന്ന് വരത്തില്ല എന്നൊക്കെ പറഞ്ഞ് അവനാണെങ്കിൽ ഇങ്ങനെ ഭയങ്കരമായിട്ടും വാശി പിടിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴത്തേക്കും നക്കുനാണെങ്കിൽ പറയുകയാണ് ഞാനിത് നോക്കിക്കോളാം, ഇവനെ കൊണ്ടുപോകുമെന്ന് പറഞ്ഞിട്ട് നക്കിനാണെങ്കിൽ ഇവനെ വലിച്ചെടുത്തുകൊണ്ട് പോകുന്നുണ്ട്. പിന്നെ നക്കുൻ ചോദിക്കുകയാണ് നീയല്ലേ ഞങ്ങളുടെ ബാറിൽ ഡ്രഗ് വെച്ചത്. അപ്പോൾ അവൻ പറയുകയാണ് എനിക്ക് വേറെ ചോയ്സ് ഇല്ലായിരുന്നു എന്ന് പറയുകയാണ്. അപ്പോൾ അവൻ പറയുന്നുണ്ട് നീ ഇങ്ങനെ ചെയ്തതിലൂടെ നിൻ്റെ ഫാമിലിയുടെ റെപ്യൂട്ടേഷനും അതേപോലെ തന്നെ എനിക്ക് നിന്നോടുള്ള ആ ഒരു ട്രസ്റ്റും എല്ലാമാണ് നീ ഇല്ലാതാക്കിയെന്നൊക്കെ പറഞ്ഞിട്ട് നക്കുനാണെങ്കിൽ അങ്ങ് പോകുന്നുണ്ട്. അങ്ങനെ കാറിലിരുന്നുകൊണ്ടാണെങ്കിൽ നക്കുൻ ചോദിക്കുവാണ് നീ എന്തിനാണ് ഇങ്ങനെയൊക്കെ പെരുമാറുന്നതെന്ന് ചോദിക്കുവാണ്. അപ്പോൾ അവൻ ദേഷിച്ച് ചോദിക്കുന്നുണ്ട് നിങ്ങൾക്കതിന് എന്താ അറിയാമെന്നൊക്കെ അവനാണെങ്കിൽ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. എന്നാൽ അതിന് മറുപടിയായിട്ട് നമ്മുടെ നക്കുനൊന്നും പറയുന്നില്ല കേട്ടോ. അങ്ങനെ അവനാണെങ്കിൽ തിരിച്ച് റൂമിലോട്ട് വരുമ്പോഴത്തേക്കും നമ്മുടെ ഫാറ്റാണെങ്കിൽ അവന് വേണ്ടിയിട്ട് ഉറങ്ങാതെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. എന്നിട്ട് അവൻ ചോദിക്കുന്നുണ്ട് നീ കിടന്നില്ലേ എന്നൊക്കെ ചോദിക്കുമ്പം ഇല്ല ഞാൻ നിങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കുകയാണെന്ന് അവൻ പറയുകയാണ് കേട്ടോ. അങ്ങനെ അവനാണെങ്കിൽ ഇങ്ങനെ വന്നിട്ട് അവനെ ഹഗ് ചെയ്യുന്നുണ്ട് കേട്ടോ, നക്കുനൊരു ഹഗ്ഗൊക്കെ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഫാറ്റ് ചോദിക്കുകയാണ് നിങ്ങൾ ടയേർഡാണോ എന്ന് ചോദിക്കുകയാണ്. അപ്പം അവൻ പറയുന്നുണ്ട് അതേന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവനാണെങ്കിൽ പറയുന്നുണ്ട് നിങ്ങൾ പോയി കുളിച്ചിട്ട് വാ, അപ്പോൾ ഓക്കെ ആവും എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അവനാണെങ്കിൽ ഒരു ഷവർ എടുക്കാനായിട്ട് നക്കുനാണെങ്കിൽ പോകുന്നുണ്ട്. അടുത്ത സീനിൽ ഫാറ്റ് ആണെങ്കിൽ പറയുകയാണ് ഈ ഒരു ഒമേഗയുടെ ലൈഫ് എന്ന് പറഞ്ഞാൽ ഭയങ്കര മടുപ്പാണ്, ഒരു ജയിലിൽ കഴിയുന്നതാണ്, എനിക്ക് ഒരു ഫ്രീഡവും ഇല്ല എന്നൊക്കെ അവനിങ്ങനെ പറയുകയാണ്. അപ്പം ഓങ്സെ പറയുന്നുണ്ട് അങ്ങനെയൊന്നും അല്ല, നിൻ്റെ ഫെറോമോൺ ഒന്ന് സ്റ്റെബിലൈസ് ആയി കഴിയുമ്പോഴത്തേക്കും പിന്നെ എല്ലാം ബെറ്റർ ആവും എന്നൊക്കെ അവൻ പറയുന്നുണ്ട്. അപ്പം അങ്ങോട്ടേക്ക് സെങ് എന്ന് പറഞ്ഞ ആ ഒരു ചെറുക്കൻ വരുവാണ്. അപ്പം ഓങ്സെ പറയുന്നുണ്ട് ഫാറ്റ് ആണെങ്കിൽ ഈ ഒമേഗയുടെ ലൈഫിനെ പറ്റി കംപ്ലയിൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് പറയുകയാണ്. അപ്പം ഇവൻ പറയുന്നുണ്ട് ഞാൻ വേണമെങ്കിൽ ആൽഫാസിനെ കൺട്രോൾ ചെയ്യാനുള്ള കുറച്ച് ലെസൺസൊക്കെ വേണമെങ്കിൽ പറഞ്ഞു തരാമെന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് ഫാറ്റാണെങ്കിൽ ആ ഒരു ആക്സിഡൻറ്റിനെ പറ്റി പറയുകയാണ്. അവനാണെങ്കിൽ ആദ്യത്തെ പ്രാവശ്യം ആ തടി വന്ന് വീണപ്പോഴത്തേക്കും അത്ര അധികം പെയിൻ അങ്ങ് തോന്നിയില്ല. പക്ഷെ പിന്നീട് അവന് അതിൻ്റെ പെയിൻ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിരുന്നു. അപ്പം ഓങ്സെ പറയുന്നുണ്ട് ചില സ്പെഷ്യലായിട്ടുള്ള ആൽഫ ഒമേഗയുടെ കേസസിലൊക്കെ ഇങ്ങനെ വരാറുണ്ടെന്ന് പറഞ്ഞിട്ട് അവൻ്റെ അടുത്ത് ക്ലോസ് ആയിട്ട് വന്നിട്ട് പറയാം ചിലപ്പോൾ നീ ഒരു പ്യുവർ ഒമേഗ ആയതുകൊണ്ടായിരിക്കുമോ എന്നൊക്കെ പറയുന്നുണ്ട്. ചിലപ്പോൾ നിൻ്റെ ആ ഒരു മുറിവ് പെട്ടെന്ന് ഉണങ്ങാനുള്ള റീസൺ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ അവരെല്ലാവരും ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ബോഡി ഗാർഡ് വന്നിട്ട് പറയുകയാണ് നമുക്ക് പോകാനുള്ള ടൈമായി, കാറ് വന്നിട്ടുണ്ടെന്ന് പറയുകയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ ഫാറ്റ് പറയുകയാണ് ഞാനിവിടെ വന്നിട്ട് കുറച്ച് സമയമല്ലേ ആയുള്ളൂ എന്ന് പറയുകയാണ്. അപ്പം ബോഡി ഗാർഡ് പറയുന്നുണ്ട് ഇത് കണക്ക് ബോസ് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അധിക സമയം ഇങ്ങനെ പുറത്ത് സ്പെൻഡ് ചെയ്യരുത്, ബോസാണെങ്കിൽ സാറിൻ്റെ കാര്യത്തിൽ ഒരുപാട് വറി ചെയ്യുന്നുണ്ട്, ഇനിയും ആക്സിഡൻറ്റ് അത് കണക്ക് വല്ലതും പറ്റിയാലോ എന്നൊക്കെ വെച്ചിട്ടാണ്. അപ്പോഴത്തേക്കും ഓങ്സി ആണെങ്കിൽ അത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ, നീ പോയി വീട്ടിൽ പോയി റെസ്റ്റ് എടുക്കാനൊക്കെ പറഞ്ഞ് അവനും സപ്പോർട്ട് ചെയ്യുവാണ്.
എന്നിട്ട് അവൻ പറയാണ് ബോഡി ഗാർഡിൻ്റെ അടുത്ത്, ഞാനിപ്പോൾ എൻ്റെ ഫ്രണ്ട്സുമായിട്ട് ഇവിടെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുക, ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് വെച്ച് ഇറങ്ങി വരണമെന്നാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ ഞാൻ പിന്നെ ഇനി ഒരിക്കലും ആ വീട്ടിലോട്ട് വരാനേ പോകുന്നില്ല എന്നിങ്ങനെ തറപ്പിച്ച് പറയാണ് കേട്ടോ അവൻ. അപ്പോഴത്തേക്കും അങ്ങോട്ട് നക്കിൻ വരുവാണ്. നക്കിൻ വന്നിട്ട് പറയാണ്, എൻ്റെ ബ്രദറിന് ലാസ്റ്റ് മിനിറ്റ് ഒരു മീറ്റിംഗ് വന്നു, അതുകൊണ്ട് എന്നെ ബ്രദർ ഇങ്ങോട്ട് അയച്ചേക്കുവാണ് എൻ്റെ സിസ്റ്റർ ഇൻ ലോനെ നോക്കാൻ വേണ്ടിയിട്ടെന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുന്നത് ഫാറ്റ് ആണെങ്കിൽ പറയാണ്, ഞാൻ നിൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ലേ എന്നെ അങ്ങനെ വിളിക്കരുതെന്ന് ഇങ്ങനെ പറയണം. എന്നിട്ട് പറയാണ്, ഈ നക്കുലിന് എന്തിൻ്റെ കേടാണ്, അവനാണെങ്കിൽ ഇങ്ങനെ ഓരോരുത്തരെ എന്നെ നോക്കാനായിട്ട് ഇങ്ങനെ അയക്കുന്നത് എന്തിനാന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുവാണ്. അങ്ങനെ നക്കിനാണെങ്കിൽ ചോദിക്കുകയാണ് ഓങ്സയുടെ അടുത്ത്, ഞാൻ അയച്ച ഫ്ലവേഴ്സ് നിനക്ക് കിട്ടിയില്ലായിരുന്നോ എന്ന് ചോദിക്കുകയാണ്. അപ്പം ഫാറ്റ് ചോദിക്കുന്നുണ്ട്, ഏത് ഫ്ലവേഴ്സ്, ഇതിനെപ്പറ്റി എനിക്കറിയില്ലല്ലോ, ഞാൻ എന്തെങ്കിലും മിസ് ചെയ്യുന്നുണ്ടോ എന്ന് അവനിങ്ങനെ ചോദിക്കുകയാണ്. അങ്ങനെ അവർ ഓരോന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് നമ്മുടെ ഫാറ്റിനാണെങ്കിൽ നക്കുലിൻ്റെ കോള് വരുന്നത് കേട്ടോ. അങ്ങനെ അവനാണെങ്കിൽ പറയുന്നുണ്ട്, ഞാൻ ഇപ്പം തന്നെ വരാമെന്നൊക്കെ പറഞ്ഞിട്ട് നല്ല അനുസരണയുള്ള കുട്ടീനെ കണക്ക് അങ്ങ് പോകുന്നുണ്ടേ. അങ്ങനെ ഫാറ്റാണെങ്കിൽ തിരിച്ച് പോകാനായിട്ട് പോകുമ്പോഴത്തേക്കും ഓങ്സയാണെങ്കിൽ ഫാറ്റിനെ ചെറുതായിട്ട് കളിയാക്കുന്നുണ്ട് കേട്ടോ. നീ ശരിക്കും ഇപ്പം നക്കുലിനെ മിസ് ചെയ്തിട്ടാണോ പോകുന്നത്, അതോ നക്കുലിൻ്റെ ആ ഒരു ഫെറോമോണിൻ്റെ സ്മെല്ല് നിനക്ക് മിസ് ചെയ്തിട്ടാണോ എന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ കളിയാക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഓങ്സയാണെങ്കിൽ അങ്ങനെ എണീറ്റ് പോകാനായിട്ട് പോകുമ്പോഴത്തേക്കും നമ്മുടെ നക്കിനാണെങ്കിൽ അവനെ കയറി പിടിക്കുകയാണ് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, എനിക്ക് നിൻ്റെ അടുത്ത് സംസാരിക്കണമെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അവനാണെങ്കിൽ ഇരുന്ന് സംസാരിക്കുന്നുണ്ട്. ഓങ്സയാണെങ്കിൽ പറയുന്നുണ്ട്, അന്നത്തെ ആ ഒരു നൈറ്റിൽ ഒരു കാര്യത്തിൽ ഞാൻ നിന്നോട് ക്ഷമിച്ചിരിക്കുക, എനിക്ക് പ്രശ്നമൊന്നുമില്ല, അതേപോലെ തന്നെ നമ്മളുടെ ഇടയിൽ അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഇല്ലല്ലോ എന്നൊക്കെ അവനിങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ ഓങ്സയാണെങ്കിൽ സണ്ണിങ്ങിന് നക്കിൻ്റെ കൂടെ പറഞ്ഞു വിടുവാണ്. എന്നിട്ട് പറയുന്നുണ്ട്, നക്കിനിപ്പം ടോട്ടലി ഫ്രീ ആണ്, വേണമെങ്കിൽ നിന്നെ ഡ്രോപ്പ് ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് നക്കിൻ്റെ കൂടെ സണ്ണിങ്ങിനെ പറഞ്ഞു വിടുവാണ്. അങ്ങനെ ഫാറ്റാണെങ്കിൽ വീട്ടിൽ വരുമ്പോൾ നക്കുൻ ചോദിക്കുന്നുണ്ട്, നീ നിൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ നന്നായിട്ട് എൻജോയ് ചെയ്തോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവൻ പറയുന്നുണ്ട്, അതെ, പക്ഷേ അധികം സംസാരിക്കാനൊന്നും പറ്റിയില്ല എന്നൊക്കെ അവൻ പറയണം. അപ്പം അവൻ പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ നിൻ്റെ ഫ്രണ്ടായിട്ടുള്ള ഔങ്സേനെ വീട്ടിലോട്ട് ഇൻവൈറ്റ് ചെയ്തോളാനൊക്കെ പറയുന്നത്. അപ്പോൾ അവൻ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ഒക്കെ ആവുന്നുണ്ട്. അപ്പോൾ ഫാറ്റ് ചോദിക്കുകയാണ്, സണ്ണിനെയും കൂടെ ഇൻവൈറ്റ് ചെയ്തോട്ടെ എന്ന് ചോദിക്കുകയാണ്. അപ്പം നക്കുൻ പറയുകയാണ്, അത് ഒരു ഒമേഗയല്ലേ, അത് വേണ്ടാന്ന് പറയുകയാണ്. കാരണം അവൻ്റെ ആ ഒരു ഹീറ്റും ആ ഒരു ഫ്രാഗ്രൻസും അത് മറ്റുള്ളവരെ അട്രാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് അവന് നല്ലതായിരിക്കത്തില്ലെന്ന് പറയുകയാണ്. അത് അവന് ഒരു ബൈറ്റ് ചെയ്യാനായിട്ടുള്ളൊരു കാരണമാകുമെന്ന് പറയുകയാണ്. അപ്പം ഇത് കേൾക്കുന്നതും അവന് ബൈറ്റ് ചെയ്ത കാര്യമാണെങ്കിൽ അവനങ്ങ് ഓർക്കുവാണ് കേട്ടോ ഫാറ്റ്. അപ്പം നക്കുനാണെങ്കിൽ ഫാറ്റിൻ്റെ അടുത്തോട്ട് ഇങ്ങനെ ക്ലോസ് ആയിട്ട് വരുവാണ്. എന്നിട്ട് അവൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, ഞാൻ നിന്നെ ഹഗ് ചെയ്തോട്ടെ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പം ഫാറ്റാണെങ്കിൽ അത് സമ്മതിക്കുന്നില്ല. കാരണം ഇപ്പോൾ ഫാറ്റിൻ്റെ ആ ഒരു ഫ്രാഗ്രൻസ് കാരണം നമ്മുടെ നക്കുനാണെങ്കിൽ ഇപ്പോൾ അവന് കൺട്രോളേ കിട്ടുന്നില്ല. അതിന് ഫാറ്റാണെങ്കിൽ അതൊന്നും സമ്മതിക്കുന്നില്ല, അവനെ ഹഗ് ചെയ്യാനൊന്നും സമ്മതിക്കുന്നില്ല. എന്നിട്ട് അവനാണെങ്കിൽ പറയാണ്, എനിക്ക് നിന്നെ സ്മെല്ല് ചെയ്യണമെന്ന് പറയുമ്പോഴത്തേക്കും ഫാറ്റാണെങ്കിൽ അവൻ്റെ കയ്യിൽ സ്മെല്ല് ചെയ്യാൻ പറയാണ്. അങ്ങനെ അവനാണെങ്കിൽ കയ്യിലൊക്കെ സ്മെല്ല് ചെയ്യുന്നുണ്ട്. പക്ഷേ എന്നിട്ടും അവനാണെങ്കിൽ അത് കൺട്രോൾ ചെയ്യാനേ പറ്റുന്നില്ല. അപ്പം ഫാറ്റിൻ്റെ അടുത്ത് പറയാണ്, നിൻ്റെ ഡ്രസ്സിങ് തരാൻ പറയാണ്. അങ്ങനെ ഫാറ്റാണെങ്കിൽ അവൻ്റെ ആ ഒരു ഷർട്ട് ഇങ്ങനെ ഊരി കൊടുക്കുന്നുണ്ട്. അങ്ങനെ അതാണെങ്കിൽ അവനിങ്ങനെ സ്മെല്ല് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ നക്കുനാണെങ്കിൽ അവൻ്റെ ആ ഒരു ഫീലിങ്സ് കൺട്രോൾ ചെയ്യാനേ പറ്റുന്നില്ല. അങ്ങനെ അവനാണെങ്കിൽ ആ ഒരു ഡ്രസ്സ് എടുത്തുകൊണ്ട് വാഷ്റൂമിലോട്ട് ചെല്ലുവാണ്. എന്നിട്ട് അവിടെ ചെന്നിട്ട് അവനത് ഡീപ്പായിട്ട് സ്മെല്ല് ചെയ്യുകയാണ്. എന്നിട്ട് കുറച്ചധികം കാര്യങ്ങളിലോട്ട് ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇതെല്ലാം പുറത്ത് നിന്നിങ്ങനെ കേട്ടോണ്ട് നിൽക്കുവാണ് നമ്മുടെ ഫാറ്റ്. ഫാറ്റിനാണെങ്കിൽ ഒന്നും മനസ്സിലാവുന്നില്ല. അങ്ങനെ കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും ഇവനാണെങ്കിൽ കുറച്ച് വോയിസൊക്കെ കാര്യങ്ങളൊക്കെ കേൾക്കുവാണ്. അങ്ങനെ ഇതും കേട്ടോണ്ട് ചെവിയും കുത്തി ഓടുന്ന നമ്മുടെ ഫാറ്റിനെയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് എൻഡ് ആവുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂട്ടുകാരെ. അപ്പോൾ ബൈ ഫ്രണ്ട്സ്.